ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പുറമെ എല്ലാവരും അവരുടെ മുന്നിലും ആളുകളുടെ മുന്നിലും വളരെയധികം ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു രീതിയിലായിരിക്കാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ ടെൻഷൻസ് ഒന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ആയിരിക്കാം എല്ലാവരുടെ മുൻപിലും ഈ ഒരു പേഴ്സൺ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഒത്തിരി അവരുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിരിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഒരുപാട് സ്ട്രെസ്സ് ഈ ഒരു വ്യക്തിക്കുണ്ട് എന്ന് തന്നെ പറയാം. അത്രയധികം ഒരു കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു പേഴ്സൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ കാണാം. ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു മൈൻഡ് ഈ ഒരു പേഴ്സൻ്റെ. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു പ്രശ്നങ്ങൾ പല രൂപത്തിൽ ഇവരുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത്രയധികം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആൻസൈറ്റിയോട് കൂടി നിൽക്കുന്ന, ഡിപ്രഷനിലോട് കൂടി നിൽക്കുന്ന ഒക്കെ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇതിനുമൊക്കെ ഒത്തിരി അപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്ക് മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറമേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു മാസ്ക് ഇട്ട് ഈ ഒരു പേഴ്സൺ നടക്കുന്നു, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ പക്ക ഓക്കെ ആണ് എന്നൊരു എനർജിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ശരിക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ലോലിനെസ് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആരോടും അവരത് ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകും. നമ്മുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആളെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പുറത്തിങ്ങനെ കാണിച്ചു നടക്കുന്നു എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടും ചിരിച്ചും കളിച്ചും നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയോടൊപ്പം ഇപ്പോൾ നിങ്ങൾ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്ന ഒരവസ്ഥയായിട്ട് നമുക്ക് ഇവിടെ തോന്നുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു പേഴ്സണോടൊപ്പം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി കാര്യങ്ങളോ സിറ്റുവേഷനോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവരോടൊപ്പം കുറേ വ്യക്തികൾ, ആരാണോ ആ ഒരു വ്യക്തികളോടൊപ്പം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തികളിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു കുഴപ്പവുമില്ല, ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടൊപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുള്ള ഒരു രീതി മറ്റുള്ളവരെ കാണിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ ഒക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ അതോ എന്തിനോ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുകയാണ് വളരെയധികം. ഇനി നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്ന ആണെങ്കിൽ നമുക്കിവിടെ ഇവരുടെ മനസ്സിൽ നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു സ്നേഹവും ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ
ഇതെല്ലാം ഇവർ ശരിക്കും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരാൾക്ക് നമ്മളോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് അത്രയും നല്ല ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്കും അത് കണ്ടിട്ട് ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് മാത്രമല്ല, ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് പോലെ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അത് പ്രകടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് ഞാൻ എത്രത്തോളം ഞാൻ എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നു എന്നറിയുമ്പോഴായിരിക്കും ഒരു വ്യക്തിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നത് പോലെ അല്ലാതെ അതൊന്ന് പ്രകടിപ്പിക്കുക, അപ്പോൾ ആ സ്നേഹം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് ചേർന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മനഃപൂർവ്വം അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതുമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ചിലപ്പോൾ വളരെയധികം മച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏജ് വൈസ് ചിലപ്പോൾ നിങ്ങളെക്കാളും മൂത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തി, ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ ഒരു ക്യാരക്ടറൊക്കെ. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പേഴ്സൺ വളരെ ചൈൽഡിഷ് ആയിട്ടായിരിക്കാം പലപ്പോഴും ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റങ്ങൾ അങ്ങനെ ആയിരിക്കാം. അതായത് ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ളൊരു ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ നോക്കുമ്പോൾ സമൂഹത്തിലൊക്കെ വളരെ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മറ്റുള്ള ആളുകൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഗൗരവത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒക്കെ തോന്നാം, ബോൾഡായിട്ടൊക്കെ തോന്നാം, മച്ചുറായിട്ടൊക്കെ ആയിരിക്കും അവർ കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഇതുപോലെയുള്ള ഒരു മുഖമുണ്ട്, ഒരു കുട്ടിത്തമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നറിയുന്ന ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളായിരിക്കാം. കാരണം നിങ്ങളുടെ അടുത്താണ് ആ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ അവർ എന്താണോ അതേപോലെ ആ ഒരു വ്യക്തി റിയൽ ആയിട്ടുള്ളത് നിങ്ങളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളിലും എല്ലാം നിങ്ങളുടെ അടുത്തായിരിക്കും അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ എല്ലാ വിഷസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ എല്ലാ സ്വഭാവ രീതികളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി റിയൽ ആയിട്ടുള്ളത് എന്താണ്, അവരുടെ ഒരു ഫേസ്, അവരുടെ ക്യാരക്ടർ കാര്യങ്ങളെല്ലാം അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു അടുത്തായിരിക്കാം, നിങ്ങളുടെ മുന്നിലായിരിക്കാം. അവർ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ എല്ലാ വിഷസും ഇവർ കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു പേഴ്സൺ എന്താണോ ആ ഒരു രീതിയിൽ ഇവരെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഹാപ്പി ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിൽക്കുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ട്. പക്ഷെ റിയലി ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് നല്ല രീതിയിൽ ഡിസ്റ്റർബാണ്, സ്ട്രഗിളിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഒരു ഡിപ്രഷൻ മോഡിലൊക്കെ അവർ പോകുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്നുണ്ടായാലും ഈ ഒരു പേഴ്സന്റെ ഫാമിലിയിൽ നിന്നുള്ളവരോ, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഈ ഒരു പേഴ്സണെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ മുന്നിൽ ഒക്കെ അഭിനയിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ എന്താണോ, അല്ലെങ്കിൽ ഇവർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ റിയൽ ഫേസ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കാം. അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് പറഞ്ഞു പോയ ഒരു ബന്ധമാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇനി ഒരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഒരു രീതിയിൽ ആയിരിക്കാം പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരാണെന്നുണ്ടായാലും ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഇനി ഇതിനകത്ത് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊന്നും അറിയാതെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏതൊക്കെയോ ഒരു തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഇത് കാണിച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളതും ആകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പല വിധത്തിലുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ലൈഫിന്റെ മറ്റേതെങ്കിലും ഒരു മേഖലയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ അനുഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ
ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാരോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നായിരിക്കാം ഒരുപാട് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം അത്രയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യമോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ വെറുപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു അവസ്ഥയോ നാണക്കേടോ എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട്, ഈ ഒരു സമയത്തും നിങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ പോലും നിങ്ങൾ തന്നെയാണ്. അതിന് പകരമായിട്ട് വെക്കാൻ അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് അവരുടെ ലൈഫിൽ മറ്റാരുമില്ല. അപ്പം ഈ ഒരു കാര്യം ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ അറിയാം, അവരത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷനും നിങ്ങളോടുള്ള ഫീലിങ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ എനർജീസ് ആണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു കാരണക്കാരനായിട്ട് വന്നിട്ടുള്ളത് ഇവരാണോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും നമുക്ക് ഇവിടെ വ്യക്തമല്ല. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മാനസികമായിട്ട് അവർ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അവർ ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അവർ തന്നെ കൊടുക്കുന്ന ഒരു മുഖം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എനിക്കിപ്പോഴും അവളെ അല്ലെങ്കിൽ അവനെ ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള എനർജീസ് ആണ് അവർക്ക് കിട്ടുന്നത്, നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ തരത്തിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് പറയാം. അതിപ്പോ ഒരു ഇമോഷണൽ വൈസ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ആരും ഒന്നും ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവ ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഒരു സോൾവേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും സെക്ഷുവലി ആണെങ്കിലും എല്ലാ തരത്തിലും മെന്റലി പോലും എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എനർജീസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് അവർക്കറിയാം. അപ്പം ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ കാരണം നഷ്ടപ്പെട്ടു പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടർ മൂലം ഒരു എനർജി വന്നിട്ട് ആ ഒരു രീതിയിൽ ഒരു മറ്റുള്ള വ്യക്തികളുടെ കടുംപിടുത്തമോ വാശിയോ ഒക്കെ കാരണം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ അകന്നു പോയിട്ടുള്ളവരും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് വളരെയധികം ദുഃഖിക്കുന്നുണ്ട്, നിങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോലും ഒരു ആളില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് പലപ്പോഴും അവരുടെ ഓർമ്മകളിൽ മാത്രമേ നിങ്ങളെ കാണാനായിട്ട് പോലും അവർക്ക് പലപ്പോഴും അവരുടെ ഓർമ്മകൾ അവരിപ്പോൾ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നഷ്ടബോധം തോന്നുന്നുണ്ട് അവർക്ക്, ഈ ഒരു പേഴ്സൺ വളരെയധികം നഷ്ടബോധം തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് അവർ തന്നെ പലപ്പോഴും ദുഃഖിക്കുന്നു, അവർ തന്നെ പലപ്പോഴും വിഷമിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് അവർ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അപ്പോൾ അകന്ന് നിൽക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കും. അപ്പം നിങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ അറിവുകളുമില്ല. അപ്പം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയണമെന്ന് പലപ്പോൾ മനസ്സിൽ കാണും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ആ ഒരു ചിന്തകളും ഫ്രസ്ട്രേഷനുകളും കാര്യങ്ങളും ഒക്കെ നൈറ്റ് ടൈമിലായിരിക്കാം അവർക്ക് വരുന്നത്. അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് വളരെ വിഷമിച്ച് ഇരിക്കുന്നതും ഉറങ്ങാനായിട്ട് പോലും സാധിക്കാത്ത ഒരു അവസ്ഥയും നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഒരു നഷ്ടബോധമാണ് ശരിക്കും ഇപ്പോഴുള്ള ഈ ഒരു ലൈഫിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം. ഈ ഒരു തരത്തിലൊക്കെയാണ് നമുക്ക് ഈ ഒരു പേഴ്സന്റെ എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ
എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് നിലനിന്ന് പോകാൻ വേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകണം. അതായത് ഇപ്പൊ നമുക്ക് പേഴ്സണൽ ചോയ്സസ് ഉണ്ടാകാം, ഇഷ്ടങ്ങൾ ഉണ്ടാകാം, താല്പര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിലനിന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് വിഷമിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ആരുടെയൊക്കെയോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു പക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫൈനാൻഷ്യലി എല്ലാം ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കരിയറോ കാര്യങ്ങളോ പോലും അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു സപ്പോർട്ട് ഇവർക്ക് ചിലപ്പോൾ ലൈഫിൽ ആവശ്യമായിട്ടുണ്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരുടെയും ഒരു കീഴിൽ അല്ലാത്ത രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആ ഒരു രീതിയിൽ നമ്മുടെ യഥാർത്ഥ റിയൽ ഫേസ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവർ ഒരു മാസ്ക് വെച്ച പോലെ നടക്കുകയാണ്. അവരുടെ യഥാർത്ഥ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമല്ല അവർ ഈ പുറത്തേക്ക് കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസി അവർക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ അവരിങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫാമിലിയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏത് റിലേഷൻഷിപ്പിനേക്കാളും കുറച്ചും കൂടി അവർ കുരുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം സ്വന്തം ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം നമുക്ക് ഒട്ടും വേണ്ട എന്നുള്ള ഒരു രീതിയിൽ കളഞ്ഞിട്ട് പോകാനായിട്ടുള്ള ഒരു മനോഭാവം ഉള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഭൂരിഭാഗം വ്യക്തികൾക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഫാമിലി ഒന്നും ഉപേക്ഷിച്ച് കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇപ്പൊ പോലും ഒരു പേരൻസിന്റെ ഒരു ചിലപ്പോൾ നിൽക്കുന്ന ആ ഒരു പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് പേരൻസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോലും സമ്മതിക്കാത്ത പേരൻസ് ഉണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സ്വത്തോ കാര്യങ്ങളോ അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്ത് മാറിയും മറിഞ്ഞും ഒക്കെ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആഗ്രഹം മാത്രമല്ല, ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻഡിപെൻഡൻസി ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആരെയൊക്കെയോ ഡിപ്പെൻഡ് ചെയ്ത് ഇവർക്ക് നിൽക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ മറ്റാരെയും ഇൻവോൾവ് ചെയ്യിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ആ ഒരു സമയം വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു കെട്ടുപാടുകളും കാര്യങ്ങളും ഒക്കെ വിട്ടെറിഞ്ഞ് മുന്നോട്ട് അവർ വരുമ്പോൾ മാത്രമേ അവർക്ക് അവരുടെ സ്വന്തം ലൈഫിൽ നിങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്തായിരുന്നു അത് പഴയതുപോലെ കൊണ്ടുവരണമെങ്കിൽ അവരുടേതായിട്ടുള്ള കുറച്ച് കെട്ടുപാടുകളും കാര്യങ്ങളും എല്ലാം വിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയുള്ള ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്രയും ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലരുടെയും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൈലന്റ് എനർജിയിലായിരിക്കാം. ഒരു റെസ്പോണ്ട് ഒന്നും തരാതെ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയച്ച് വിടുമ്പോൾ ഒക്കെ അവരതൊന്ന് സീൻ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതിനൊന്നും മെസ്സേജ് റിപ്ലൈ ഒന്നും തരുന്നുണ്ടാകുന്നില്ല. കാരണം അതവരുടെ സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ്. ഒരു നിലനിൽപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിനകത്ത് ഒതുക്കി വെച്ചിട്ട് ആ ഒരു തേർഡ് പാർട്ടിയെ പറഞ്ഞ് എല്ലാം പ്രീതിപ്പെടുത്തി എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന രീതിയിൽ അവർ സമൂഹത്തിൻ്റെ മുന്നിൽ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ ഒരു സമൂഹത്തിന് മുന്നിൽ മാത്രമായിരിക്കില്ല, എല്ലാവരുടെയും മുന്നിൽ ആ ഒരു തരത്തിലായിരിക്കാം അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഫേസ് തന്നെയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു മെസ്സേജിന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാത്ത രീതിയിൽ മാറി നിൽക്കുന്നത്, അവർക്ക് തന്നെ ഒരു അഷുറൻസ് ഇല്ല. അവർക്ക് തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കെട്ടുപാടുകൾ വിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളെയും കൂട്ടി ഇങ്ങനെ വലിച്ച് ഇതിനകത്തേക്ക് ഇടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലാണ് നമുക്കിവിടെ ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടാറ്റു ആർട്ട് എന്നാണ്. ടാറ്റു ആർട്ട് കൈകളിലും മറ്റും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രീൻ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. അതുപോലെ തന്നെ സപ്പോർട്ടീവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജാനുവരി മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. അതുപോലെ പെയിൻറ്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 41 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2005 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ O നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 32 നമുക്ക് കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 13 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഹോണസ്റ്റ്, സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധയായിട്ടുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. നമ്പർ 56 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്. ഓക്കെ, 6 days എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഡാൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ യെല്ലോ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. മെസ്സി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1997 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളോ ഒക്കെ ആകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. വയനാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വയനാട് ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 36 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ എക്സ്പെക്ട് മെറാക്കിൾസ്, ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്താണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.